ഒറ്റ ചോദ്യം. ഇവിടേക്കൊന്ന് വരൂ ബാബു. ഒന്നിങ്ങോട്ട് ഒരു ചോദ്യം മാത്രം ബാബു. ചോദിച്ചോട്ടെ. ബാപ്പുനെന്താ തോന്നുന്നേ? ജിന്നാ സാർ പറഞ്ഞതിന് ശേഷം ബംഗാളിലെ ജനങ്ങൾക്ക് ആക്രമണത്തിന്റെ പേടി കുറഞ്ഞിട്ടുണ്ടാവോ? സുബ്രോഡി വെള്ളിയാഴ്ച ഹർത്താൽ വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ. ജനങ്ങളോട് ശാന്തരായിരിക്കാൻ അങ്ങ് ആവശ്യപ്പെടുമോ? ഈ രാജ്യത്തുള്ളവർ ഹിന്ദു മുസ്ലിം ഐക്യം നിലനിർത്തുമെന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടോ? അങ്ങേക്ക് ഇതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? ഈ അവസ്ഥയിൽ താങ്കളുടെ ആദർശങ്ങൾ ജനങ്ങൾ പാലിക്കുമെന്ന് അങ്ങേക്ക് പ്രതീക്ഷയുണ്ടോ? ബാപ്പു, ജിന്ന പറഞ്ഞിരിക്കുന്നത് ഒന്നെങ്കിൽ ഹിന്ദുസ്ഥാൻ വിഭജിക്കണം അല്ലെങ്കിൽ നശിച്ചു പോകുമെന്നാണ്. ഈ ഹിന്ദുസ്ഥാൻ വിഭജിക്കപ്പെടുമോ? ഈ ഹിന്ദുസ്ഥാൻ വെട്ടിമുറിക്കപ്പെടുന്നതിന് മുൻപ് എന്റെ ശരീരം വെട്ടിമുറിക്കേണ്ടി വരും. On this historic day, when India takes her place as a free and independent dominion in the British Commonwealth of Nations, आप सब आजाद हैं अपने मंदिरों में जाने के लिए। I regard myself as a soldier, though a soldier of peace. At the stroke of the midnight hour, when the world sleeps, India will awake to life and freedom. നമസ്കാരം. ഇന്ന് 1946 മെയ്. ഒരു മാറ്റത്തിന്റെ കാറ്റ് ഈ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ആഞ്ഞു വീശിക്കൊണ്ടിരിക്കുകയാണ്. അതിൽപ്പെട്ട് 200 വർഷം പഴക്കമുള്ള ബ്രിട്ടീഷ് ഭരണകൂടം ആടി ഉലയുകയാണ്. ബ്രിട്ടീഷ് അധികാരത്തിന്റെ സൂര്യൻ അസ്തമിക്കാൻ പോകുന്നു. ഒരു സ്വതന്ത്ര ഭാരതത്തിന്റെ പ്രഭാതത്തിലേക്ക് ഇനി അധികം ദൂരമില്ല. അടഞ്ഞ വാതിലുകൾക്ക് പിന്നിൽ ചിലരിന്ന് കോടിക്കണക്കിന് ആളുകളിലൂടെ ജീവിതത്തെക്കുറിച്ച് തീരുമാനിക്കും. എല്ലാവരുടെയും മനസ്സിലും ചിന്തയിലും ഒരേ ഒരു ചോദ്യം മാത്രം: ഹിന്ദുസ്ഥാന്റെ ഐക്യം നിലനിൽക്കുമോ, അതോ മതത്തിന്റെയും സ്വത്വബോധത്തിന്റെയും പേരിൽ വിഭജിക്കപ്പെടുമോ? ഈ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്താൻ വരൂ, നമുക്ക് പോകാം സിംലയിലേക്ക്. ഈ രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാവരും സിംലയിലെ സിസി ഹോട്ടലിൽ ഭാരതത്തിന്റെ ഭാവി തീരുമാനിക്കുന്നതിനു വേണ്ടി വൈസ്രോയ് ലോർഡ് വേവലിനോടൊപ്പം ക്യാബിനറ്റ് മിഷൻ പ്ലാൻ ചർച്ച ചെയ്യാൻ പോവുകയാണ്. മാസങ്ങൾ നീണ്ട ചർച്ചകൾക്ക് ശേഷം ഇന്നൊരു പ്രധാനപ്പെട്ട തീരുമാനം എടുക്കപ്പെടുമെന്ന പ്രതീക്ഷ ഏറെയാണ്. കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, ശ്രീ സർദാർ വല്ലഭായ് പട്ടേൽ, കൂടാതെ ഓൾ ഇന്ത്യ കോൺഗ്രസിന്റെ പ്രസിഡന്റ് മൗലാന അബുൽ കലാം ആസാദ് എന്നിവരോടൊപ്പം മറ്റു നേതാക്കളും എത്തിയിട്ടുണ്ട്. ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്നും അവരുടെ പ്രസിഡന്റ് ജനാബ് മുഹമ്മദ് അലി ജിന്ന വന്നിട്ടുണ്ട്. അദ്ദേഹത്തോടൊപ്പം ലിയാഖത്ത് അലി ഖാനുമുണ്ട്. കൂടാതെ ബംഗാൾ പ്രൊവിൻസ് മുസ്ലിം ലീഗിന്റെ ലീഡർ ജനാബ് ഹുസൈൻ ഷാഹിദ് സുഹ്റാവർദിയും കോൺഫറൻസിന് വന്നിട്ടുണ്ട്. ഭാരതം മുഴുവനും ശ്വാസമടക്കി പിടിച്ച് ഇന്നത്തെ മീറ്റിംഗിന്റെ ഫലം എന്താണെന്നറിയാൻ കാത്തിരിക്കുകയാണ്. സുഖമല്ലേ ജിന്ന ഭായ്? ഐ എം ഫൈൻ, താങ്ക് യു. ഇതെന്താ ഇംഗ്ലീഷിൽ ജിന്ന ഭായ്? ഈയിടെയായിട്ട് ഞങ്ങളെ കേട്ട് നിങ്ങൾ ഗാലിബിനേക്കാൾ നന്നായിട്ട് ഉറുദു സംസാരിക്കുന്നതാണല്ലോ. All habits die hard. ദീനിന് ദ്രോഹം ചെയ്തവരോട് കൈ കൊടുക്കാൻ പാടില്ല. ഇതിപ്പോൾ ഒരു നവാബ്
മൗലാനയ്ക്ക് ക്ലാസ് എടുത്ത് കൊടുക്കുകയാണോ? Let us hope this is the strangest thing we see today. Should have taken the stairs. Mr. Azad, Mr. Jinnah, I present the committee of the Cripps mission. Mr. Cripps himself, Mr. Alexander, Mr. Lawrence, and this gentleman is His Excellency the Viceroy Wavell. I believe they know who I am. Gentlemen, good morning. Thank you for joining us. Congress wants a united India. The League wants Pakistan. And both of you are united in wanting us to leave. And we want to leave, believe me, rather desperately, in fact. But we can't because of this deadlock we find ourselves in. In fact, if things go on like this, London might start to think that perhaps you want us to stay after all. But I do believe His Majesty's government has found a compromise that will satisfy all parties. We have decided on a united India. A unified India that will look something like this. The mainland will be Group A, Punjab, Sindh, and the frontier will be Group B. And finally, in the east, Assam and Bengal will be Group C. ഈ വെള്ളക്കാരുടെ വിചാരം നമ്മൾ മണ്ടന്മാരാണെന്ന. മതത്തിന്റെ പേരിൽ ഇന്ത്യയെ മൂന്നായി തിരിച്ചിട്ട് അവർ നമ്മളോട് പറയുക ഇന്ത്യ ഷാൾ റിമൈൻ യുണൈറ്റഡ് എന്ന്. മതത്തിന്റെ പേരിൽ വേർതിരിക്കാനാണല്ലോ അവരുടെ രാഷ്ട്രീയം. ഒന്നിച്ചു നിർത്തുക എന്നത് നമ്മുടെ. We reject the plan. ഇതിൽ കാര്യം എന്തെന്ന് വെച്ചാൽ അവർക്ക് ഇതിൽ നിന്നൊന്നും കിട്ടുന്നില്ല. നമുക്ക് ആസാദ് പാകിസ്ഥാനും കിട്ടുന്നില്ല. വെള്ളക്കാരും മുസ്ലിംസ് കൂടുതലുള്ള പ്രദേശങ്ങൾ ഒന്നിച്ച് ഗ്രൂപ്പ് ചെയ്യുകയാണ്. ചേട്ടാ, ഇത് നമ്മളെ കൊണ്ട് ഖുറാനിൽ കൈവപ്പിച്ച് പാകിസ്ഥാന് വേണ്ടി മരിക്കാനും ജീവിക്കാനും സത്യം ചെയ്യിപ്പിച്ചതല്ലേ? ബ്രിട്ടീഷുകാർക്ക് അത് ഓർമ്മയില്ലെങ്കിലും നിങ്ങൾക്ക് ഓർമ്മ വേണ്ടേ? ജസ്റ്റ് ഒരു വാക്ക് പറഞ്ഞാൽ മതി, പിന്നെ യുദ്ധമായിരിക്കും. Holy horses, Saravati. Let's read between the lines first. Each group can choose, if they so wish, to leave the Union after 10 years have passed. അതായത് ഇന്നല്ലെങ്കിൽ 10 വർഷത്തിന് ശേഷം ഒരു ആസാദ് പാകിസ്ഥാൻ നിലവിൽ വരും. അപ്പൊ 10 വർഷത്തേക്ക് ഈ കോൺഗ്രസ്സുകാര് നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുമെന്നാണോ? റിലാക്സ് നവാബ് സാബ്. കൈതൊരിക്കലും സെക്കൻഡ് ക്ലാസ് സിറ്റിസണായി ജീവിക്കാൻ പോകുന്നില്ലല്ലോ. ലിയാഖത്ത്, ഓപ്ഷൻസ് എന്തൊക്കെയാ? നമുക്കാകെ 2 ഓപ്ഷൻസേ ഉള്ളൂ. ആദ്യത്തേത് ഈ പ്ലാൻ അങ്ങ് റിജക്ട് ചെയ്യുക, യുണൈറ്റഡ് ഇന്ത്യ എന്നുള്ളത് മറന്നു കളയുക. രണ്ടാമത്തേത് ഈ പ്ലാൻ അംഗീകരിക്കുക, ഗ്രൂപ്പിൻസ് ആക്സെപ്റ്റ് ചെയ്യുക, ആസാദ് പാകിസ്ഥാനെ അങ്ങ് മറന്നു കളയുക. And so, gentlemen, at your earliest convenience, would you kindly tell us how you wish us to proceed? നമുക്ക് ആലോചിക്കുവാൻ വേണ്ടി കുറച്ചുകൂടെ സമയം വേണം. ഇപ്പൊ നമ്മളൊന്നും ആലോചിക്കണ്ട. ആദ്യ നീക്കം ജിന്ന നടത്തട്ടെ. Both the League and the Congress are sitting on the fence. But, Prime Minister, I suggest we stay a little longer so a compromise could be reached. We cannot afford to stay on. Thanks to Churchill, we now owe the world the princely sum of £34 million. The naval mutiny in Bombay last year almost undid us. Let me make this perfectly clear to you, Viceroy. Should another rebellion arise, we do not have the troops for it. But, Prime Minister, Hindu-Muslim relations are already on the brink. If we rush the withdrawal, it could backfire. You do not understand, Viceroy. The promise of withdrawal from India is what won me the election, and I intend to deliver on it. Get the Indians to agree so we can get the hell out of that blasted place. Have I made myself clear?
Very much so, Prime Minister. Man just doesn't listen. A fine military man, no sense of politics. He's a man that lives in the past, yearning for a time long since gone. Time of empire. Yes, sir. Prime Minister, if I may be so bold, I can't say I believe him the right man for the job. Is there such a thing? Good shot, Mountbatten. Thank you, Lord Shelby. It's not quite the Q of2, but it does the job. You didn't invite us all the way here to regale us with old war stories, did you, Mountbatten? I mean, I do hope you're not getting bored of them already. Dare say there'll be plenty more where that comes from, when I'm First Sea Lord. Lady Mountbatten. Darling, Hope you don't mind. not at all. Will you join us? Oh, I must. So, how are Britain's finest? Spirits much improved, what with you joining our party. Oh, flattery gets you everywhere, Lord Shelby. I intended to. Which reminds me, about the Sea Lordship. I'll be in London next week. I'll put in a good word for you. That is, if we still have a navy. If the Prime Minister gets his way, you stand to command a fleet of trawlers and tugboats. And what about the rumors I'm hearing about India? How does a great-grandson of Queen Victoria feel about a representative of Stepney slum giving away the jewel in the crown? Was it ever ours to give away? There was no India before us. Warring chiefs and bickering peoples do not a nation make. We united the subcontinent. We built that nation. To withdraw now is to condemn it. My lady, if we give up India now, the Soviets are bound to expand their influence. You know, Nehru is a known communist sympathizer. You believe this to be undesirable? You do not? Lunch, yes. Now, my wife has organized for Felix Ostini, one of Bern's finest chefs, to create the menu. So, gentlemen, if you please. Yes. Now, that's something you won't find in Stalin's Russia. Is it, Comrade Mountbatten? Happy comrade. Save some for me, gentlemen. ജിൻ, പാകിസ്ഥാന് വേണ്ടി കൊതിച്ചുകൊണ്ട് എത്ര പേരാ വന്നിരിക്കുന്ന. പാകിസ്ഥാൻ എന്ന ആ സ്വപ്നം നിങ്ങൾ ഉപേക്ഷിച്ചു എന്നവരറിയുമ്പോ ഇത് നിന്നോടാരാ പറഞ്ഞത്? ലിയാഖത്ത് സാബ് പറയുന്നുണ്ടായിരുന്നു. മണ്ടന്മാർക്ക് ഇതുപോലും മനസ്സിലാവുന്നില്ലല്ലോ. മുസ്ലിങ്ങൾക്ക് പാകിസ്ഥാനിൽ നിന്ന് എന്തൊക്കെ വേണോ അതെല്ലാം ഈ ഗ്രൂപ്പിങ്ങിൽ നിന്ന് കിട്ടുന്നുണ്ട്. അവകാശം, തുല്യത, സ്വാതന്ത്ര്യം, അങ്ങനെയെല്ലാം. നിങ്ങൾക്ക് ഗ്രൂപ്പിങ്ങിന് വേണ്ടി സമ്മതിക്കാനായിരുന്നെങ്കിൽ പിന്നെ പാകിസ്ഥാൻ എന്തായിരുന്നു? ഒരു ബാർഗൈനിങ് ചിപ്പ്? യെസ്. മുസ്ലിങ്ങൾ ഹിന്ദുക്കൾക്ക് തുല്യരാണെന്ന് കോൺഗ്രസ്സുകാരെ മനസ്സിലാക്കി കൊടുക്കണമായിരുന്നു. നിങ്ങൾ ഗാന്ധിക്ക് തുല്യനാണെന്ന് സ്വയം വിശ്വസിക്കുകയും വേണമായിരുന്നു. ഞാൻ ഗാന്ധിക്ക് തുല്യൻ തന്നെയാണ്. ഇവരോട് ചോദിക്കേ, ആരാണ് ഏറ്റവും ശ്രേഷ്ഠനെന്ന്. Ask them. I just Don't patronize me. ഈ ജനക്കൂട്ടം വന്നത് ഗാന്ധിക്ക് വേണ്ടിയല്ല, ഖൈദെ ആസമിന് വേണ്ടിയാണ്. Of course. മുഹമ്മദ് അലി ജിന്നയ്ക്ക് വേണ്ടിയാണ്. Calm down, Jin. Are you all right? Jin. Jin, are you all right? Someone, we need a doctor. You see those dark circles? The pulmonary cavities. എന്നുവെച്ചാ നിങ്ങളുടെ ബ്രദറിന് TB ആണ്.
and it's eating out his lungs. അസുഖം ഇപ്പോൾ ഒരുപാട് കൂടിയിട്ടുണ്ട്. ബാക്ടീരിയകൾ ലങ്സിലൊരു വ്രണം ഉണ്ടാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ലൈനിങ്ങിൻ്റെ അടുത്തുള്ള സ്ഥലത്ത് നിന്ന് എയർ ലീക്കായിരിക്കുകയാണ്. ഈ ഒരു അവസ്ഥയിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ശ്വാസം വലിക്കാൻ പോലും ബുദ്ധിമുട്ടായിരിക്കും. ജിൻ, ജിൻ, രാവും പകലും ഈ സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കും. ഭക്ഷണം കഴിക്കുകയില്ല. 18-20 മണിക്കൂർ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും. ഇനി അങ്ങോട്ട് നിങ്ങൾ നിങ്ങളുടെ വർക്ക് ലോഡ് കുറച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് 1 വർഷത്തിൽ കൂടുതൽ സമയം ഉണ്ടാവില്ല. ഒരു ഡോക്ടർ എന്ന നിലയിലല്ലാതെ ഒരു വെൽവിഷർ എന്ന നിലയിൽ പറയാം, യു ഹാവ് ടു സ്ലോ ഡൗൺ. ഒരു രോഗി എന്ന നിലയിലല്ല, ഒരു വക്കീൽ എന്ന നിലയിലാണ് പറയുന്നത്. My rivals must not find out. ഡോക്ടർ എന്താ പറഞ്ഞെന്ന് കേട്ടില്ലേ ജിൻ? ഇനി ഞാൻ പറയുന്നത് ഈ ലോകം കേൾക്കട്ടെ. ആ, അത് ശരിയാ. രണ്ടാമത്തെ ഭാഗം കൂടി വായിക്കും. നോക്ക്. I knew it. ജിന്ന പ്ലാൻ അംഗീകരിച്ചു. പാകിസ്ഥാൻ വെറും മുദ്രാവാക്യമായിരുന്ന പോലെ. ജിന്നെ സമ്മതിച്ചെങ്കിൽ നമ്മളും സമ്മതിക്കണമെന്നാണ് ഞാൻ ഒരിക്കലുമില്ല. നമ്മളെപ്പോഴാ മതത്തിന്റെ പേരിൽ അതിർത്തികൾ തിരിക്കാൻ തയ്യാറായത്? അപ്പൊ ജിന്നയും നമ്മൾ തമ്മിൽ എന്താ വ്യത്യാസം? ഗ്രൂപ്പിംഗ്സ് ആർ അൺഅക്സെപ്റ്റബിൾ. അക്സെപ്റ്റബിൾ. ജിന്നയ്ക്ക് ഗ്രൂപ്പിംഗ്സ് കൊടുക്കൂ ജവഹർ. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് പാർട്ടിയിൽ അന്തസ് നഷ്ടപ്പെടാതിരിക്കുകയും ചെയ്യും, ഹിന്ദുസ്ഥാൻ മുറിക്കപ്പെടുകയില്ല. കോംപ്രമൈസ് ചെയ്തേക്ക്. ജിന്നയ്ക്ക് വേണ്ടി ഒരു കോംപ്രമൈസും ചെയ്യാനില്ല. അയാൾക്ക് ഒരു കൺസെഷനും കൊടുക്കില്ല വല്ലഭായ്. അയാളെപ്പറ്റി ആലോചിക്കേണ്ട ജവഹർ. അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ പറ്റാവുന്നത്ര ഗ്രൂപ്പിംഗ്സ് നമുക്ക് ഇല്ലാതാക്കാം. പക്ഷെ അതിന് ആദ്യം അധികാരത്തിൽ വരണ്ടേ? അതായത് പോരാളികൾ അധികാരത്തിനായി പോരാടാൻ തുടങ്ങിയത് എപ്പോഴായിരുന്നു സർദാർ? ബാപ്പു, ആദ്യം ഒരു കൈ മുഴുവൻ പോവുമായിരുന്നു. ഇപ്പൊ ചെറിയ മുറിവേ ഉള്ളൂ. നമുക്ക് സമ്മതിക്കാം ബാപ്പു. അധികാരം കിട്ടിയതിന് ശേഷം ഈ മുറിവ് പയ്യെ പയ്യെ ഉണങ്ങിപ്പൊക്കോളും. സ്വാതന്ത്ര്യത്തിലേക്കിനി ഒരു ചുവട് കൂടിയേ ഉള്ളൂ ബാപ്പു. പക്ഷെ ആ ഒരു ചുവട് നമ്മൾ സ്വന്തം ആത്മാവ് പണയം വെച്ചുകൊണ്ട് വേണം എടുക്കാൻ. മറ്റാർക്കെങ്കിലും എന്തെങ്കിലും വഴി തോന്നുന്നുണ്ടേ പറയുക. പക്ഷേ ഒരു കാര്യം ശരിക്കും ആലോചിക്കണം. നമ്മൾ ഈ പ്ലാൻ അംഗീകരിച്ചില്ലെങ്കിൽ ബ്രിട്ടീഷുകാർ ലീഗിനെ ഈ ഭരണം ഏൽപ്പിച്ച് ഇവിടുന്ന് പോകും. വല്ലഭായ് പറയുന്നത് ശരിയാണ് ബാപ്പു. പാർട്ടി പ്രസിഡന്റായിട്ട് ഞാനിരിക്കുന്ന അവസാനത്തെ വർഷം രാജ്യത്തെ ഇങ്ങനെ താറുമാറായ അവസ്ഥയിലിട്ടിട്ട് പോകണമെന്ന് എനിക്കുമില്ല. ഞാൻ വല്ലഭായ് പറഞ്ഞതിനോട് യോജിക്കുന്നു. ഞാനും
ഞാനും. അങ്ങനെയാണെങ്കിൽ ഐ പ്രപ്പോസ് എ കണ്ടീഷണൽ എഗ്രിമെന്റ്. തൽക്കാലത്തേക്ക് നമുക്ക് ഗ്രൂപ്പിംഗ്സ് അംഗീകരിച്ചു കൊടുക്കാം, ശരിയല്ലേ? വല്ലഭായ്, ഒരു പ്രാവശ്യം നമ്മൾ ശരിയെന്ന് പറഞ്ഞ പിന്നെ വേണ്ടെന്ന് പറയാൻ ബുദ്ധിമുട്ടായിരിക്കുമെന്നേ. അത് നമുക്ക് പിന്നെ ആലോചിച്ച പോരെ ജവഹർ. മൗലാന, അതായത് ഈ തീരുമാനം അനുസരിച്ച് ഡ്രാഫ്റ്റ് തയ്യാറാക്കണം. ഇന്നത് പോലെയാണ്, ഇന്നത് പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. മനസ്സിലായില്ലേ? പപ്പു, എന്തെങ്കിലും ഒന്ന് പറയണം. പറയാൻ മാത്രം ഇനി ബാക്കി ഒന്നുമില്ലാതായല്ലോ. എങ്കിൽ പറഞ്ഞു തന്നെ വീണ്ടും പറയണം. പറഞ്ഞു മനസ്സിലാക്കണ്ടേ ഇതൊരു യുദ്ധത്തിന്റെ തുടക്കമല്ലെന്ന്. ഈ മണ്ണിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി എത്ര ദേശഭക്തരാണ് ജീവൻ ബലികഴിപ്പിച്ചിട്ടുള്ളത്. എന്നിട്ടിപ്പോൾ തലകുനിക്കാന്ന് വെച്ചാൽ ബാബു, നമ്മൾ മനസ്സുകൊണ്ടും തലകൊണ്ടും ചിലപ്പോൾ ചിന്തിക്കേണ്ടി വരും. ഈ പ്ലാനിൽ ഗ്രൂപ്പിംഗ്സ് അല്ലാതെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്ന് വല്ലഭായി മനസ്സിലാക്കുന്നില്ല. പട്ടാളത്തെ ഇവർ മൂന്നായി മുറിക്കും. ഒരു 10 വർഷം സമാധാനിക്ക് ജവഹർ, സമാധാനിക്ക്. ചർക്ക ഇപ്പോഴും കറങ്ങുന്നുണ്ട്. പ്രതീക്ഷയ്ക്ക് ഇപ്പോഴും വകയുണ്ട്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഓൾ ഇന്ത്യ റേഡിയോ. ഞാൻ സക്കീർ ഒമർ റാസ. സൂര്യൻ പടിഞ്ഞാറ് ഉദിച്ചിരിക്കുകയാണ്. പക്ഷെ അത് ആകാശത്തിലല്ല, ഇന്ത്യയുടെ ഭരണകൂടത്തിന്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മുസ്ലിം ലീഗും ഒരു കാര്യത്തിൽ ഒരുമിച്ചിരിക്കുകയാണ്. രണ്ടു പാർട്ടികളും ക്യാബിനറ്റ് മിഷൻ പ്ലാനിന് സമ്മതം മൂളിയിരിക്കുകയാണ്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലെമന്റ് ആറ്റ്ലിയുടെ പ്രയത്നങ്ങൾ കൊണ്ട് സെക്രട്ടറി ഓഫ് എന്താ അതിന്റെ അർത്ഥം? പാകിസ്ഥാൻ രൂപീകരിക്കും. ചിലപ്പോ ഉണ്ടാവില്ല. ഭാരതം വിഭജിക്കുമോ? രൂപീകരിക്കും, ചിലപ്പോ ഉണ്ടാവില്ല. അല്ല, ഇതെന്ത് ഉത്തരവാ? ആ ചോദ്യം അങ്ങോട്ട് ചോദിച്ചൂടെ? അതെ. പ്യാരേലാൽജി, കോൺഗ്രസ് പ്ലാൻ അക്സെപ്റ്റ് ചെയ്തതിനെ പറ്റി ബാപ്പുവിന്റെ പ്രതികരണം എന്താ? ബാപ്പു പറഞ്ഞതല്ലേ രാജ്യത്തിന് മുമ്പ് അദ്ദേഹത്തിന്റെ ശരീരം വെട്ടി നുറുക്കണമെന്ന്. നിങ്ങൾ കുറച്ചു നേരം ശാന്തരായിരിക്കൂ. ബാപ്പു കുറച്ച് തിരക്കില്ല. കോൺഗ്രസിനെ തീരുമാനം അദ്ദേഹത്തിന്റെ തത്വങ്ങൾക്ക് എതിരല്ലേ പ്യാരേലാൽജി? പറഞ്ഞിട്ട് പോണം പ്യാരേലാൽജി. പിന്നെ എന്തിനാ കോൺഗ്രസ് ഗ്രൂപ്പിംഗ് അംഗീകരിച്ചത്? അതുകൊണ്ടാണോ ബാപ്പു പ്രസിനെ കാണാത്തത്? കോൺഗ്രസിന് അധികാരം ബാപ്പുവിന്റെ ആദർശങ്ങളെക്കാൾ വലുതാണോ? രാജ്യം വിഭജിക്കപ്പെടില്ലെന്ന് ബാപ്പു വാക്ക് നൽകിയതല്ലേ? അപ്പൊ അതിനുള്ള ഉത്തരവും ബാപ്പു നൽകേണ്ടതല്ലേ? ബാപ്പു മറ്റു രാഷ്ട്രീയക്കാരെ പോലെ തന്നെ ആയോ? വാക്ക് തന്നു, പക്ഷെ അത് പാലിക്കുന്നില്ല. കഴിഞ്ഞ 6 വർഷമായിട്ട് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്നതിൽ ഞാൻ അഭിമാനിക്കുകയാണ്. ഇപ്പം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, കോൺഗ്രസിന്റെ അടുത്ത പ്രസിഡന്റിനെ തെരഞ്ഞെടുത്തു കഴിഞ്ഞു. ഇന്ന് നമ്മൾ ആ ഫലം പ്രഖ്യാപിക്കുകയാണ്. അതുപോലെ ഈ തീരുമാനം ഇന്ന് കോൺഗ്രസിന്റെ മാത്രമല്ല, ഭാരതത്തിന്റെ വിധി നിർണ്ണയിക്കുന്ന ഒന്നായിരിക്കും. എന്ന് വെച്ചാൽ കോൺഗ്രസിന്റെ അടുത്ത പ്രസിഡന്റാണ് സ്വതന്ത്ര ഭാരതത്തിന്റെ ആദ്യത്തെ പ്രൈം മിനിസ്റ്റർ ആകുന്നത്. എൻ്റെ നടത്തത്തിന് വേഗത കൂടുതലാണെന്ന് എല്ലാവരും പറയാറ്. പക്ഷേ കോൺഗ്രസ് ഇപ്പോൾ എന്നേക്കാൾ വേഗത്തിൽ നടന്നു പോകാമെന്ന് എനിക്കിപ്പോൾ തോന്നുന്നത്. മൗലാന, കോൺഗ്രസ് പ്രദേശ് കമ്മിറ്റിയുടെ വോട്ടെല്ലാം വന്നിട്ടുണ്ടോ? എല്ലാവരും ഐക്യകണ്ഠേന സർദാർ പട്ടേലിനെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. കൺഗ്രാജുലേഷൻ വല്ലഭായ്. പാർട്ടിക്ക് വേണ്ടി ഫണ്ട് കൊണ്ടുവരാനാണെങ്കിലും പാർട്ടിയെ വിദൂര ഗ്രാമങ്ങളിലേക്ക് എത്തിക്കാനാണെങ്കിലും ബ്രിട്ടീഷുകാർക്ക് മുന്നിൽ ശക്തനായി നിലയുറപ്പിക്കാനാണെങ്കിലും അങ്ങനെ ചോദ്യങ്ങൾ എന്താണെങ്കിലും അതിനെല്ലാം ഒറ്റ ഉത്തരമേ ഉണ്ടാകാറുള്ളൂ: സർദാർ.
പാർട്ടിയുടെ ഒരു സാധാരണ പ്രവർത്തകൻ, ഒരു സാധാരണ പടയാളി ആരെങ്കിലും സ്വന്തം സേനാപതിയായിട്ട് അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അത് സർദാറിനെ മാത്രമായിരിക്കും. ഈ പാർട്ടിക്കും നമുക്കെല്ലാവർക്കും സർദാറിനെ ആവശ്യമുണ്ട്. ഈ രാജ്യത്തിന് ജവഹറിനെയും. ബാപ്പു, നമ്മുടെ പാർട്ടിയുടെ മാൻഡേറ്റ്സ് വെച്ച് നോക്കുമ്പോൾ ഒരു മിനിറ്റ്. നമ്മളെല്ലാം പൊളിറ്റീഷ്യൻസ്, ബാരിസ്റ്റേഴ്സ് ഓർ അഡ്മിനിസ്ട്രേറ്റേഴ്സ്, അങ്ങനെ എന്തും ആയിക്കോട്ടെ, അതൊക്കെ ആകുന്നതിനേക്കാൾ ഉപരി പോരാളികളാണ്. ബാപ്പുവിൻ്റെ പോരാളികൾ ചോദ്യം ചോദിക്കാറില്ല. കൈകൂപ്പി ശിരസ് കുനിച്ച് ആജ്ഞ അനുസരിക്കുകയാണ് ചെയ്യുക. നിങ്ങൾ അത് തന്നെ ചെയ്യണം ജവഹർ. അതുകൊണ്ട് ഞാൻ വല്ലഭായ് പട്ടേൽ കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിൽ നിന്ന് എൻ്റെ പേര് പിൻവലിക്കുന്നു. സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ പ്രധാനമന്ത്രിയുടെ പേര് ജവഹർലാൽ നെഹ്റു. കോൺഗ്രസിന്റെ അധ്യക്ഷൻ എന്ന നിലയ്ക്ക് താങ്കൾ രാജ്യത്തിന്റെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരിക്കും. താങ്കളുടെ ആദ്യ വർഷത്തെ അജണ്ട എന്തായിരിക്കും സാർ? സാർ, കോൺഗ്രസ് ക്യാബിനറ്റ് പ്ലാൻ അംഗീകരിച്ചെന്നാണ് കേട്ടത്. അങ്ങനെയാണെങ്കിൽ രാജ്യത്തെ 3 ഗ്രൂപ്പായി തിരിക്കാൻ കോൺഗ്രസ് തയ്യാറാണോ? സാർ, ഈ ഗ്രൂപ്പിംഗ്സ് മതത്തെ അടിസ്ഥാനമാക്കി ഉണ്ടാക്കിയതാണോ? അപ്പൊ അത് ഈ കോൺഗ്രസ് പറയുന്ന തത്വങ്ങൾക്ക് എതിരല്ലേ? സാർ, പറയണം സാർ. സാർ ഒരു സ്റ്റേറ്റ്മെന്റ് ഇടണം. When India is free, India will do as she likes. പിന്നെ സെക്യുലറിസത്തിൻ്റെ കാര്യം, അതിനേതെങ്കിലും വാഗ്ദാനങ്ങളോ ഉറപ്പുകളോ ഒന്നും പ്രതിബന്ധമല്ല. പിന്നെ കോൺഗ്രസിൻ്റെ കാര്യം, സെഷൻസ് തുടങ്ങിയാൽ ഉടനെ ഈ ഗ്രൂപ്പിംഗ്സിൻ്റെ കാര്യം ഞങ്ങൾ ചർച്ച ചെയ്യുന്നതാണ്. ആവശ്യം വന്നാൽ അത് പൂർണ്ണമായി നീക്കം ചെയ്യുന്നതുമാണ്. ഈ കോൺഗ്രസ്സുകാര് ബ്രിട്ടീഷുകാരുള്ളപ്പോൾ തന്നെ അവർക്കനുസരിച്ച് പ്ലാനുകൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. They are mistaken if they think they can take me for granted. കോൺഗ്രസ്സുകാർക്ക് വിനയാന്യൂതരായി നിൽക്കുന്ന മുസ്ലിങ്ങളെയാണ് ഇഷ്ടമെന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി. തുല്യത ആവശ്യപ്പെടുന്നവനായിട്ടല്ല, ഞാൻ അവർക്ക് തുല്യനാണെന്നതും അവരെ ഓർമ്മിപ്പിക്കണം. ഞങ്ങൾക്ക് യുദ്ധം വേണമെന്നില്ല, പക്ഷേ കോൺഗ്രസിന് വേണ്ടത് യുദ്ധമാണെങ്കിൽ ഞങ്ങൾ ഒട്ടും തന്നെ മടിച്ചു നിൽക്കുകയില്ല. അതിൽ യാതൊരു സംശയവുമില്ല. ഇപ്പൊ സമയം വന്നിരിക്കുകയാണ്. ഓരോ മുസൽമാനും ഡയറക്റ്റ് ആക്ഷൻ എടുക്കാനുള്ള സമയം. അതിനു വേണ്ടി വന്നാൽ നിയമത്തിന്റെയും അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷന്റെയും എതിരെ നിൽക്കേണ്ടി വന്നാലും ശരി.
സാർ, ഖൈദ് ക്യാബിനറ്റ് പ്ലാൻ റിജക്ട് ചെയ്തു. ഇപ്പോൾ ഒരു പ്രസ് കോൺഫറൻസിനെ അഡ്രസ് ചെയ്യുന്നുണ്ട്. ദാ കേട്ട് നോക്കൂ. ഞങ്ങൾക്കൊരു ഇൻഡിപെൻഡന്റ് സോവറിൻ പാകിസ്ഥാനാണ് വേണ്ടത്. അതിൽ കുറഞ്ഞത് ഒന്നും വേണ്ട. എന്ത് പിച്ചും പെയ്യാണിത്? ആദ്യം പ്ലാൻ ആക്സെപ്റ്റ് ചെയ്യും, പിന്നെ അതങ്ങ് റിജക്ട് ചെയ്യും. പിസ്റ്റോൾ ഞങ്ങളുടെ പക്കലുമുണ്ട്. അതുപയോഗിക്കാൻ ഞങ്ങൾ മടിക്കുകയുമില്ല. ഹിന്ദുസ്ഥാൻ ഒന്നുകിൽ വിഭജിക്കപ്പെടും, അല്ലെങ്കിൽ സർവനാശത്തിലേക്ക് പോകും. ഇനി ഞാൻ ലീഗുകാർക്ക് കാണിച്ചു കൊടുക്കാം ശരിക്കുള്ള ഒരു മുസൽമാൻ ലീഡറിന്റെ പവർ എന്താണെന്ന്. നസറുൽ, വെള്ളിയാഴ്ച ടോട്ടൽ ജനറൽ സ്ട്രൈക്കിന് ആഹ്വാനം ചെയ്യേ. ഏറ്റവും വലിയ ഹർത്താൽ കൽക്കത്തയിലായിരിക്കും. എല്ലാ തെരുവിൽ നിന്നും ലീഗിന്റെ റാലി പുറപ്പെടണം. പാകിസ്ഥാൻ എന്ന ആവശ്യം തെരുവിൽ മുഴങ്ങി കേൾക്കണം. ചന്തകൾ അടഞ്ഞു കിടക്കണം. ഇനി അഥവാ ഹിന്ദുക്കൾ ഹർത്താൽ തടയാനെങ്ങാനും ശ്രമിച്ചാൽ നമ്മൾ സർക്കാർ അവധി പ്രഖ്യാപിക്കും. ഖൈദെ ആസാമിന്റെ ആജ്ഞയാണ്. അനുസരിക്കാതിരിക്കാൻ പറ്റുമോ? ആഗസ്റ്റ് 16 ഇതിഹാസത്തിന്റെ താളുകളിൽ ഇതൊരു തീയതിയല്ല, ഒരു കറയാണ്. രാവിലെ 11 മണിയോടെ വടക്കേ കൽക്കട്ടയിൽ കല്ലേറ് തുടങ്ങി. ഉച്ചയോടെ സിയാൽ ഡാം മുതൽ ശ്യാം ബസാർ വരെ കൽക്കട്ട മുഴുവൻ ചോരപ്പുഴയൊഴുകി. Homes were destroyed, shops looted, thousands massacred on the streets of Calcutta. Hospitals were inundated, morgues overflowed, even as the city's police struggled to control the violence and arson on the ground. ഏറ്റവും കൂടുതൽ മരണം സംഭവിച്ചത് ബോബാസാർ, അപ്പർ സർക്കുലർ റോഡ്, മാണിക് ടാല എന്നിങ്ങനെ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളിലാണ്. രക്തച്ചൊരിച്ചിൽ കൽക്കട്ടയിൽ ഇതിനു മുൻപ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ മണിക്കൂറുകളിൽ മനുഷ്യത്വം തലകുനിച്ചതുപോലെ ഇതിനു മുൻപ് സംഭവിച്ചിട്ടില്ല. ഇന്ന് രാത്രിയോടുകൂടി മരണസംഖ്യ 3000 കടക്കുമെന്ന് ഭയപ്പെടുന്നുണ്ട്. ഖായിദ്, പത്രക്കാർക്ക് മുമ്പിൽ നമ്മൾ ഈ കലാപം അപലപിച്ചേ പറ്റൂ. പിന്നെ സുഹറാവർദിയെ രാജിവെക്കാൻ നിർബന്ധിച്ചേ പറ്റൂ, അല്ലെങ്കിൽ അത് ലീഗിന് ഒരുപാട് ദോഷം ചെയ്യും. You can't make an omelette without breaking a few eggs. വയലൻസിനെ പേടിച്ചെങ്കിലും കോൺഗ്രസ് ഇന്നല്ലെങ്കിൽ നാളെ പാകിസ്ഥാന് സമ്മതം മൂളും. യുദ്ധത്തിൽ മനുഷ്യർ മരിക്കാറുണ്ട്. കലാപങ്ങളിൽ മനുഷ്യത്വവും മരിക്കുന്നു. ഈ രാജ്യത്തിനേറ്റ മുറിവ് വലുതാണ് വല്ലഭായ്. എനിക്ക് ഭയമുണ്ട്, പേടിയാകുന്നുണ്ട്. ഈ മുറിവിനെ എന്നാണ് ഉണങ്ങുക?
ഇനി പുതിയ മുറിവൊന്നും ഉണ്ടാകാതിരിക്കാനാണ് ഇപ്പൊ നോക്കേണ്ടത്. കോൺഗ്രസ് ചില കടുത്ത തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. നിങ്ങൾ ശരിയാണ് ജവഹർ. ജിന്നയോടൊപ്പം അങ്ങനെ ഒരു തീർപ്പ് നടക്കാൻ പോകുന്നില്ല. ലീഗിന് ഒരു കൺസെഷൻ കിട്ടുകയുമില്ല, കൊടുക്കില്ല. ഡയറക്റ്റ് ആക്ഷൻ്റെ നമ്മൾ മറക്കുകയില്ല, ലോകത്തെ മറക്കാനായിട്ട് വിടുകയില്ല. നിരപരാധികൾ ഒഴുക്കിയ രക്തം വെറുതെ ആവില്ല. ഇതിന്റെ വില ജിന്ന നൽകിയേ മതിയാകും.